ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Xtra FX ബോഡി വർക്ക് ചെയ്ത ഇലക്ട്രിക് ഓട്ടോയുടെ വിലയും EMIയും മറ്റ് ഡീറ്റെയിൽസും ബോഡി വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്പീഡ് 45 കിലോമീറ്റർ ആണ്. ലോഡിംഗ് കപ്പാസിറ്റി 506 കിലോഗ്രാം ആണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരു തവണ ഫുൾ ചാർജ് ചെയ്യാനായി 8 യൂണിറ്റ് കറണ്ടാണ് ആവശ്യമായി വരുന്നത്. ചാർജിങ് ടൈം വരുന്നത് 3 മണിക്കൂർ 45 മിനിറ്റാണ്. മൈലേജ് ഒരു ഫുൾ ചാർജിൽ 90 കിലോമീറ്റർ ആണ്. വാറൻറ്റി നോക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് 3 വർഷം വാറൻറ്റിയാണ് വരുന്നത്. മോട്ടറിന് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ വിലയും EMI ഡീറ്റെയിൽസും നോക്കാം. വെഹിക്കിൾ മോഡൽ വരുന്നത് Xtra DAC വിത്ത് ബോഡി ആൻഡ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് 3,28,375. ഇൻഷുറൻസ് 12,950. രജിസ്ട്രേഷൻ ആൻഡ് ടാക്സ് 12,315. ആക്സസറീസ് 5,413. ബോഡി വർക്ക് 73,000. AMC 13,500. ഓൺ റോഡ് പ്രൈസ് 4,45,553. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 45,000 ആണ്. EMI നോക്കുകയാണെങ്കിൽ 12,900 വെച്ച് 48 മാസമാണ് അടവ് വരുന്നത്. 3 വീൽ യുണൈറ്റഡ് ആണ് ഫിനാൻസ് വരുന്നത്. ബോഡി വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വാഹനത്തിനുള്ളിൽ താഴ്ഭാഗത്തായിട്ട് ബോഡി വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടറും സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബോഡി വർക്ക് ചെയ്യാൻ. അതായത് ഈ കാണുന്നത് പോലെ ആ ഷീറ്റ് ജെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തതായിരിക്കണം. അതായത് നമുക്കത് ഊരിയെടുത്ത് ബാറ്ററി അതുപോലെ തന്നെ മോട്ടർ സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബോഡി വർക്ക് ചെയ്യാൻ.
അല്ലെങ്കിൽ വാഹനത്തിന് സർവീസ് ചെയ്യുന്നതിനായി വാഹനത്തിൻ്റെ ഫുൾ ബോഡി ചേസിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് വരുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഇതൊരു ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. അതാകുമ്പോൾ പൊടി കയറാനോ അല്ലെങ്കിൽ അതുപോലെ വെള്ളം കയറാനോ ഒന്നും സാധ്യം ഉണ്ടാകത്തില്ല. ഓൾറെഡി അതിനൊരു കവർ വരുന്നുണ്ട്, എങ്കിലും നമ്മളൊരു ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും.